അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, പരീക്ഷ വളരെ അടുത്തു. ഇൻഷാ അല്ലാ നമുക്ക് കഴിഞ്ഞ വർഷത്തിലെ 2023 ഫിഖ്ഹിൻ്റെ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ ഒന്ന് പരിചയപ്പെടാം. ഇതിലുള്ള ചോദ്യം ഞാൻ ആദ്യം വായിക്കും, പിന്നീട് അതിൻ്റെ ഉത്തരം പറയുന്നതാണ്. ചോദ്യം വായിക്കുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ ഉത്തരം അറിയുമോ എന്ന് സ്വയം വിലയിരുത്തുക. പിന്നീട് ഉത്തരം പറയുമ്പോൾ നിങ്ങളുടെ മാർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇൻഷാ അല്ലാ ആദ്യം ചോദ്യം വായിക്കുകയാകുന്നു. ചോദ്യം 1, വഫിഖ് അൽ അഖീഖത്തു ശർഅൻ. 2, നസ്റു മുജാസാത്ത്. 3, നസ്റു തബറുർ. 4, അൽ ലജാജ്. 5, അൽ വദജാൻ. 6, അൽ മരീ. 7, മഖ്റജു നഫസ്. ഇതിന് ഉത്തരം ഓപ്പോസിറ്റ് കോളത്തിലുണ്ട്, അതിൽ നിന്നും നിങ്ങൾ കണ്ടുപിടിക്കുക. ഇൻഷാ അല്ലാ ഉത്തരം ഞാൻ അവസാനം പറയുന്നതാണ്. നിങ്ങൾ സ്വയമായിട്ട് കണ്ടുപിടിക്കുക. ശേഷം ഞാൻ ഉത്തരം പറയുന്ന സമയത്ത് നിങ്ങളുടെ എത്ര ഉത്തരം ശരിയായി എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഉക്തുബുൽ ഇസ്നൈൻ. 2 എണ്ണം എഴുതുക. മാ യഹ്റമു അക്ലഹു മിനൽ ഹൈവാനിൽ ബറി. അതിൻ്റെ 2 ഉത്തരങ്ങൾ എഴുതണ്ട്. അതായത് കരയിൽ കഴിക്കൽ ഹറാമായിട്ടുള്ള ജീവികൾ, ഭക്ഷണമായി ഉപയോഗിക്കുന്നത് ഹറാമായിട്ടുള്ള 2 ജീവികളെ പേര് എഴുതാനാണ് പറഞ്ഞത്. 2, മാ യഹില്ലു അക്ലഹു മിനൽ ഹൈവാനിൽ ബറി. കരയിൽ ഭക്ഷണമായി ഉപയോഗിക്കൽ അനുവദനീയമായിട്ടുള്ള ജീവികളുടെ പേര്, 2 പേര് എഴുതുക. 3, മാ യുസന്നു അഖിബൽ വിലാദത്തി. അതിന് ഉത്തരം എഴുതുക. 4, മാ യുസ്തഹബു ഇന്ദ സബ്ഹ്. അതിൻ്റെയും ഉത്തരം എഴുതുക. അതായത് അറവിൻ്റെ സമയത്ത് സുന്നത്തായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചത് കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യം വായിക്കുകയാണ്. അജിബ്, ആൻസർ ചെയ്യാം. 1, യതാക്കദു ഇക്സാറു സിക്റുൽ മൗത്തി അലാമൻ. 2, തുക്റഹു ഇതാലത്തുൽ മുക്സി ഇന്ദൽ മരീളി മത. 3, അശ്ശഅറു സാഖിത്തു മിനൽ മയ്യിത്തി മാസാ യുഫ്അലു ബി. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മയ്യത്തിൽ നിന്നും മുടി വീണാൽ ആ മുടി എന്താ ചെയ്യേണ്ടതെന്നാണ്. 4, അഖല്ലുൽ കഫനി മാഹുവ. കഫൻ പുടണ്ടല്ലോ, അതിൽ ഏറ്റവും കുറഞ്ഞത് എത്രയാണെന്ന് വെച്ചിട്ടോ. 5, വലിസ്സലാത്തി അലൽ മയ്യത്തി ഷർത്താനി. മയ്യത്ത് നിസ്കാരത്തിന് 2 ഷർത്തുകളുണ്ട്. മായ ഷുറൂതി സായിരി സ്വലാത്തി. മറ്റ് നിസ്കാരങ്ങൾക്കുള്ള ഷർത്തുകൾക്ക് പുറമെ. മാഹുമ, ഏതൊക്കെയാണ് ഇതിലുണ്ടാവും, ഏതെല്ലാമാണ് ആ 2 അഡീഷണൽ ഷർത്തുകൾ എന്ന് എഴുതാം. ഇനി നാലാമത്തെ ചോദ്യം തെമ്മീം, പൂർത്തിയാക്കുക. അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹു വലാ തഫ്തിന ഡാഷ്. 2, അഫ്രീ സബ്റ അലാ ഖുലൂബിഹിമ വലാ തഫ്തിൻഹുമ ബഅദഹു വലാ ഡാഷ്. 3, വമിൻഹാ നുഖ്രിജുക്കും ഡാഷ്. 4, അഅ്ലമല്ലാഹു അജ്റക വഅഹ്സന അസാഅക. 5, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുന്തു നഹൈതുക്കും അൻ സിയാറത്തുൽ ഖുബൂരി ഫസൂറുഹ. ഇതിൻ്റെ ബാക്കിയോടെ പൂരിപ്പിക്കുക കേട്ടോ. 5, ബൈൻ, വ്യക്തമാക്കുക. മഅന നഫ്ഇൽ മയ്യിത്തി ബിസ് സദഖ. 2, അൽ ഉളഹിയ, ഉളഹിയത്ത് എന്താണെന്ന് എഴുതുക. 3, അൽ അഖീഖത്തു ഫിൽ ലുഗത്തി, ഭാഷാർത്ഥത്തിൽ അഖീഖ എന്താണെന്ന് എഴുതുക. അടുത്തത് ഉക്തുബുൽ മഅന, അർത്ഥം എഴുതാനാണ് പറഞ്ഞത്. 6ാമത്തെ ചോദ്യം അർത്ഥം എഴുതാനുള്ളതാണ്. സിയാഖ്, ഖുബാലത്ത്, ജരീദ, ഖദ്റാ ഇവയുടെ അർത്ഥം എഴുതാം. ഏറ്റവും അവസാനത്തെ ചോദ്യം കമ്മിൽ, പൂരിപ്പിക്കാം. അൽ ഗുലാമു മുർത്തഹനുൻ ഡാഷ് തുസ്ബഹു അൻഹു ഫിൽ യൗമി സാബി ഡാഷ് റഅസഹു വയുസമ്മ. എല്ലാവർക്കും എല്ലാ ഉത്തരവും ലഭിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി ഏതെങ്കിലും ഉത്തരം കിട്ടാത്തവർ വിഷമിക്കേണ്ട, ഉത്തരം ഞാൻ പറയുകയാണ്. ആ സമയത്ത് നിങ്ങൾ സ്കോർ
നിങ്ങൾക്ക് രേഖപ്പെടുത്തും കേട്ടോ. അവസാനം നിങ്ങൾക്ക് കിട്ടിയ സ്കോർ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമ്മൾ അടുത്ത സെഷനിലേക്ക് കടക്കുകയാണ്. നമുക്കിനി നേരത്തെ വായിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പറയാം. ഒന്നാമത്തെ ചോദ്യം, വഫിഖ് അൽ അഖീഖത്തു ശർഅൻ മാ യുസ്ബഹു ഇന്ദ ഹൽഖി ഷഅരിൽ മൗലൂദി. 2 നസ്റു മുജാസാത്തിൻ അൻ നസ്റു മുഅല്ലഖു ബിശൈഇൻ. 3 നസ്റു തബറുരി മാ യുത്ലബു ബിഹിൽ ബിർറു വ തഖറബു ഇലല്ലാഹി തആല. 4 അൽ ലജാജു അത്തമാദി ഫിൽ ഖുസൂമ. 5 അൽ വദജാനി ഇർഖാനി ഫിസ് സഫ്ഹതി അൽ ഉനുഖി. 6 അൽ മരീഉ മജ്റത്ത് ആമി വശറാബി. 7 മഖ്റജുൻ നഫസി അൽ ഹുൽഖൂം. എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ 7 മാർക്ക്. ഇനി രണ്ടാമത്തത്, ഉക്തുബുൽ ഇസ്നൈനി. ചോദ്യം, മാ യഹ്റുമു അക്ലുഹു മിനൽ ഹയവാനി അൽ ബർരി. കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഭക്ഷണമായി ഉപയോഗിക്കുന്നത് ഹറാമായിട്ടുള്ളതിൽ നിന്നും 2 ജീവികളെ പേരേതാണ് പറഞ്ഞത്. ഒരുപാട് ജീവികളെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അസദുൻ ഖിറദുൻ. അസദ് എന്ന് പറഞ്ഞാൽ സിംഹം, ഖിറദ് എന്ന് പറഞ്ഞാൽ കുരങ്ങൻ. പിന്നെയും ഒരുപാട് കൊടുത്തിട്ടുണ്ട്, 2 ഇവിടെ ആവശ്യമുള്ളൂ. 2 മാ യഹില്ലു അക്ലുഹു മിനൽ ഹയവാനിൽ ബർരി. കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഹലാലായിട്ടുള്ള ജീവികളുടെ പേര്. നേരത്തെ പറഞ്ഞ ഭക്ഷണമായി ഉപയോഗിക്കൽ ഹറാമായിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ജീവികളിൽ ഹലാലായിട്ടുള്ള ജീവികളുടെ പേരാണ് പറഞ്ഞത്. അൻആം, ഖൈല്, ബക്കർ, വഹ്ഷി, ഹിമാർ, ലബി, ലബ്, അർനബ്, സലബ്, സിഞ്ചാബ്. ഇവയൊക്കെ ഹലാലാണ്. 3 മാ യുസന്നു അഖിബൽ വിലാദ. ഒരു കുട്ടി ജനിച്ച ഉടൻ തന്നെ എന്തെല്ലാമാണ് സുന്നത്തുകൾ എന്ന് ചോദിക്കുന്നത്. ഇവിടെ 2 മതി, കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അയ്യു അസന വ യഖറഉ സൂറത്തുൽ ഇഖ്ലാസ് വ ആയത്തും ഫി ഉസ്നിൽ യുംന വ യഖീമ ഫി ഉസ്നിൽ യുസ്ര. ബാങ്ക് കൊടുക്കുക, സൂറത്തുൽ ഇഖ്ലാസ് ഓതുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. 4 മാ യുസ്തഹബ്ബു ഇന്ദ സബ്ഹി. സബ്ഹ് എന്ന് പറഞ്ഞ അറവാണ്. അപ്പം അറവിൽ സുന്നത്തായ കാര്യങ്ങൾ, തസ്മിയത്ത്, ബിസ്മില്ല, വസ്സലാത്തു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മേലെ സലാത്ത് ചെല്ലാം. 2 എഴുതിയാൽ മതി. 3 അജിബ്, ആൻസർ ചെയ്യാം. 1 യതഅക്കദു ഇക്സാറു ദിക്റിൽ മൗത്തി അലാമൻ. ആരെ മേലാണ് മരണത്തെ സ്മരിക്കൽ ശക്തമായ സുന്നത്തുള്ളത്? അലൽ മുക്കല്ലഫി, മുക്കല്ലഫിൻ്റെ മേൽ. 2 തുക്റഹു ഇതാലത്തുൽ മുക്സി ഇന്ദൽ മരീൽ മത. തുക്ബറു ഇതാലത്തുൽ മുക്സി ഇന്ദൽ മരീൽ മാലം യഫ്ഹമു മിൻഹു റഅബത ഫീഹ. അതാണ് ആൻസർ, മാലം യഫ്ഹമു മിൻഹു റഅബത ഫീഹ. 3 അശ്ശഅറു സാഖിത്തു മിനൽ മയ്യത്തി മാസാ യുഫ്അലു ബിഹി. മയ്യത്ത് അതിൻ്റെ തലയിൽ നിന്നും മുടി വീണാൽ അതെന്താണ് ചെയ്യേണ്ടത്? അത് ആ കഫംപൊടിയിലേക്ക് തന്നെ ഇടവേണ്ടത്. അതാണ് പറയുന്നത്. വയുറദ്ദു ഷഅറു സാഖിത്തു മിനൽ മയ്യത്തി ഇലാ കഫനിഹി ലിയദ്ഫന മഅഹു. 4 അകല്ലുൽ കഫനി മാഹുവ. കഫം വസ്ത്രത്തിൽ ഏറ്റവും കുറഞ്ഞത് എന്താണ് ചോദിക്കുന്നത്? സൗബൻ യസ്റു ജമീൽ ബദൻ. ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രം ആണ് വേണ്ടത്. 5 വലി സ്വലാത്തി അലൽ മയ്യത്തി ഷർത്താനി മഅ ശുറൂതി സായിരി സ്വലാത്തി മാഹുമ. മയ്യത്ത് നിസ്കാരത്തിന് മറ്റ് നിസ്കാരങ്ങൾക്കുള്ള ഷർത്തുകൾക്ക് പുറമെ 2 ഷർത്തുകൾ കൂടുതലുണ്ട്. അവ ഏതാണെന്ന് ചോദിക്കുന്നത്. അതിൽ 1 തഖദ്ദമു തുഹരിൽ മയ്യത്തി. 2 അദമു തഖദ്ദമി അലൽ മയ്യത്തിൽ ഹാലിരി. മയ്യത്തിനെ കുളിപ്പിക്കുക, പിന്നെ മയ്യത്ത്
നിസ്കരിക്കുമ്പോൾ ആ മയ്യത്തിനേക്കാളും മുന്നിൽ നിൽക്കാതിരിക്കുക, മയ്യത്തിനെ മുന്നിൽ വെക്കുക എന്നർത്ഥം. അടുത്തത് തമ്മീം, പൂർത്തിയാക്കുക. ഒന്ന് അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹു വലാ തഫ്തിന്ന ഡാഷ്. ആ ഡാഷ് എന്നുള്ളിടത്ത് ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്നാണ്. അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹു വലാ തഫ്തിന ബഅദഹു വഗ്ഫിർ ലനാ വലഹു. ഇതെവിടെ തുറക്കുന്ന ദുആയാണ്? മയ്യിദ് നിസ്കാരത്തിൽ ദുആ ചെയ്യുന്ന ദുആയാണല്ലേ. 2 വഅഫ്രിഹി സബ്റ അലാ ഖുലൂബിഹിമാ വലാ തഫ്തിൻഹുമാ ബഅദഹു വലാ തഹരിംഹുമാ അജ്റഹു. 3 വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. 4 അഅ്ളമല്ലാഹു അജ്റക വഅഹ്സന അസാഅക ഡാഷ് വഗഫറ ലിമയ്യിതിക എന്നാണ് ആൻസർ. 5 ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി ഫസുറൂഹാ ഡാഷ് ഡാഷ് എന്നുള്ളിടത്ത് ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ. ഇനി 5 ബയ്യിൻ, വ്യക്തമാക്കുക. മഅ്ന നഫ്ഇൽ മയ്യിത്തി ബിസ്സദഖ. അതിൻ്റെ മഅ്ന അന്നഹു യസീറു കഅന്നഹു തസദ്ദഖ എന്നാണ്. 2 അൽ ഉളിഹിയ്യത്ത്, ഉളിഹിയ്യത്ത് എന്താണ് എന്ന് വ്യക്തമാക്കണ പറഞ്ഞത്. ഹിയ മാ യുസ്ബഹു മിനൻ നഅമി തഖർറുബൻ ഇലല്ലാഹി തആല യൗമൽ ഈദിൽ അക്ബരി വൽ അയ്യാമ തശ്രീഖ്. 3 അൽ അഖീഖത്തു ഫിൽ ലുഗ. ഭാഷാർത്ഥത്തിൽ എന്താണ് അഖീഖ? അഖീഖ അറിയില്ലേ? മുടി കളച്ചിലിന് അറക്കുന്ന, അതാണ് അഖീഖ. അത് എന്താണ് ഭാഷാർത്ഥത്തിൽ എന്താണ് അഖീഖ എന്ന് ചോദിക്കുന്നത്. അശ്ശഅറുൽ ലസി അലാ റഅസിൽ മൗലൂദി ഇൻദൽ വിലാദത്തി എന്നാണ് ഭാഷാർത്ഥത്തിൽ അഖീഖക്ക് പറയുന്നത്. അടുത്തത് ഉക്തുബുൽ മഅന, അർത്ഥം ഇതാണ് പറഞ്ഞത് കേട്ടോ. സിയാക്ക്, സിയാക്ക് എന്ന് പറഞ്ഞാൽ സന്ദർഭം എന്നാണ്. 2 ഖുബാലത്ത്, ഖുബാലത്ത് എന്ന് പറഞ്ഞാൽ നേരെ അല്ലെങ്കിൽ മുൻഭാഗം എന്നർത്ഥം. 3 ജരീദത്ത്, മട്ടൽ എന്നർത്ഥം. 4 ഖൽറാ, പച്ചയായത് എന്നർത്ഥം. ഏറ്റവും അവസാനത്തെ കമ്മിൽ പൂരിപ്പിക്കുക. അൽ ഗുലാമു മുർത്തഹനുൻ ഡാഷ്. അവിടെ ബി അഖീഖത്തിഹി തുസ്ബഹു അൻഹു ഫിൽ യൗമി സാബിഖി ഡാഷ്. അവിടെ ഡാഷ് എന്നുള്ളിടത്ത് വയുഹ്ലഖു റഅസഹു വയുസമ്മ. നിങ്ങൾക്ക് എല്ലാ ആൻസറും ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് കരുതുന്നു. അല്ലാത്തവരെ ക്ഷമിക്കേണ്ട, വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുക, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.